കുറവുകൾ കൂടുതലുള്ളവന്റെ കഥയാണ് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. എന്തൊക്കെ കുറവുകളാണ് ഹൃതിക് റോഷൻ ഉള്ളത്? കുറവുകള് സിനിമ കാണണം. സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ ഈ നമ്മുടെ പടത്തിലെ ഹൃതിക് റോഷൻ എന്തൊക്കെയാണ് കുറവുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ പടത്തിലെ നായകന് അത്യാവശ്യം എല്ലാം കൂടുതലുള്ള ആളാണ്. കാരണം അഭിനയത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള പല കഴിവുകളുടെ കാര്യത്തിൽ ഏറ്റവും മിടുക്കനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. പേരിൽ മാത്രമേ കുറവുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അവന് അത്യാവശ്യം കൂടുതലാണ്. സെൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഹ്യൂമർ സെൻസിന്റെ പിന്നെ ആക്ടിങ് സെൻസ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം എല്ലാം ഉണ്ട്. ആദ്യത്തെ പടം വൻ വിജയമായിരുന്നല്ലോ, അത് പ്രതീക്ഷ വിജയമായിരുന്നോ? ആഗ്രഹിച്ചിരുന്നു. നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുക, അതിങ്ങനെയൊക്കെ ജനങ്ങൾ സ്വീകരിക്കുക. ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും എന്നെ എടുത്ത് പൊക്കാന്നൊക്കെ പിന്നെ എടുത്ത് പൊക്കി പത്മ തിയേറ്ററിൽ ഇങ്ങനെ തോളിലേക്ക്. കാരണം ആ സമയത്തൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് നമ്മള് നുള്ളി നോക്കി ഇതൊക്കെ സ്വപ്നമാണ് യഥാർത്ഥമാണ്. കാരണം ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യമാണ്. അത് ദൈവം കൊണ്ടുവന്നു. അതിപ്പോ അങ്ങനെയുള്ള ആ പൊക്കേന്റെ ഒക്കെ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണോ രണ്ടാമത്തെ പടവും ഞാൻ തകർക്കും എന്നൊരു തോന്നലൊക്കെ വന്നത്? ഓവർ കോൺഫിഡൻസ് അല്ല, വിശ്വാസമുണ്ട്. ആ സബ്ജക്റ്റിനോടുള്ള വിശ്വാസം, സിനിമയോടുള്ള വിശ്വാസം, പിന്നെ ആർട്ടിസ്റ്റുകളോടുള്ള വിശ്വാസം എല്ലാം. ഈ പടത്തിലെ ഡയറക്ഷൻ കൂടാണ്ട് മ്യൂസിക് ഡയറക്ഷൻ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. പാട്ട് പാടിയിട്ടില്ല, പേടിക്കണ്ട. നമസ്കാരം, ഞാൻ ആദർശ. ഈ ആഴ്ചത്തെ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ കട്ടപ്പനയിലെ ഹൃതിക് റോഷനുമായി ഞാൻ ശാലിനിയോടൊപ്പം നിങ്ങളോടൊപ്പം.